പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും വർദ്ധിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും വിശുദ്ധ ഏവൻഗേലിയോൻ സന്ദേശത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഭയുടെ കീഴത്തുള്ള സെൻറ്റ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സത്യവിശ്വാസികളായി ദൈവമക്കൾക്ക് വേണ്ടി ഓൺലൈനിലൂടെ ക്രമീകരിച്ചെടുത്തിരിക്കുന്ന ഏവൻഗേലിയോൻ സന്ദേശം അത്യന്തം മനോഹരവും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു അനുഗ്രഹീത സന്ദർഭമാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെല്ലാം വളരെ പ്രാർത്ഥിച്ച് യേശു തമ്പുരാനിൽ നിന്ന് കാണുന്നു, കേൾക്കുന്നു എന്നുള്ളതായ ആ ഭാവത്തിലും അനുഭവത്തിലിരിക്കാനായിട്ട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് പ്രവർത്തിച്ച കാലം, അന്ന് താൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നിരവധിയാണ്. ഓരോ ഞായറാഴ്ചത്തെയും വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ചിന്തനീയമായി നമ്മൾ ധ്യാനിക്കുവാൻ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കരുപിടിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, ഓരോ ദിവസത്തേക്കും അതാത് മന്യയായി ആത്മീയാഹാരമായി നമുക്ക് ലഭിക്കാൻ തക്കവണ്ണമാണ് നമ്മുടെ പിതാക്കന്മാർ ഓരോ ആഴ്ചയിലെയും ഏവൻഗേലിയോൻ ക്രമീകരിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. ഈ വരുന്ന ഞായറാഴ്ച വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 39 വരെയുള്ളതായ വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗങ്ങളെക്കുറിച്ച് ആഴമായി നിങ്ങളോട് ഒത്തിരി പറയാനായിട്ട് സാധ്യമല്ല. ഏതാനും മിനിറ്റുകളിൽ ഒരു ധ്യാനത്തിന് വേണ്ടി, പ്രബോധത്തിന് വേണ്ടി മാത്രം അച്ഛൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ തൃക്കരങ്ങളിൽ 7 അപ്പം എടുത്ത് കുറേ ചെറുമീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ഏതാണ്ട് 4000-ഓളം വരുന്ന പുരുഷന്മാർക്കും അവിടെ കൂടിക്കുന്ന ജനങ്ങൾക്കുമായി വിളമ്പിക്കൊടുത്ത അത്യന്തം ശ്രദ്ധേയമായ ഒരത്ഭുതമാണ് ഈ വരുന്ന ഞായറാഴ്ചത്തെ ഏവൻഗേലിയോൻ ഭാഗമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം. ഈ ഏവൻഗേലിയോൻ ഈ വായനയുടെ മുൻപുള്ളതായ സംഭവകുലമായ കുറേ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് അനേകം ജനങ്ങൾ യേശുവിൽ നിന്ന് കാണാൻ, യേശുവിൽ നിന്ന് കേൾക്കാൻ, യേശുവിൽ നിന്ന് പ്രാപിക്കുവാൻ അങ്ങനെ ജനങ്ങളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗലീല പ്രദേശത്തുള്ളതായിരിക്കുന്ന ജനങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് യേശുവിൽ നിന്ന് ഒന്ന് അനുഭവിക്കണം, യേശുവിനെ ഒന്ന് തൊടണം, യേശു അവരെ ഒന്ന് തൊടണം. അങ്ങനെ അത്യാഗ്രഹപരമായ വലിയ താല്പര്യത്തോടെ കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് ഇവിടെ. പ്രിയപ്പെട്ടവർ, ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ യേശു ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുടെ വീടുകളിലുള്ള രോഗികളുമായിട്ടാണ് വരുന്നത്. ഊമൻ, സംസാരിക്കാത്തവൻ, ചെകിടൻ, കേൾവിയില്ലാത്തവൻ, ജന്മന കുരുടൻ, മുടുന്തൻ, അതുപോലെ അംഗഹീനർ എന്നു വേണ്ട ജീവിതത്തിൻ്റെ ഭൂതബാധിതർ, നാനാവിധമായ രീതിയിൽ ശാരീരിക ക്ലേശങ്ങൾ, മാനസിക പീഡനങ്ങൾ എല്ലാം ഏറ്റുകൊണ്ടുള്ളതായ ആ ജനങ്ങളെയും ആളുകളെയും വഹിച്ചുകൊണ്ട് ഈ ജനങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. പുരുഷാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരുഷാരം, മൾട്ടിറ്റ്യൂഡ്. പ്രത്യേകമായ നേതാവോ ഭരണകർത്താവോ ഒന്നുമില്ലാതെ അധ്വാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ഗ്രാമപ്രദേശങ്ങളിലെ ഊരുകളിലെല്ലാം ഇങ്ങനെ സഫറിങ്സായിട്ട് കഴിയുന്ന ആളുകൾ അവരറിഞ്ഞു യേശു ആശ്വാസദായകനാണ്, യേശു കരുണാനിധിയാണ്, യേശു ദൈവപുത്രനാണ്, ദൈവം മനുഷ്യനെപ്പോലെ ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നവനാണ് യേശു എന്നൊക്കെയുള്ളതായ പ്രചാരം അവിടെ നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശു ആ പ്രദേശത്ത് ചെന്ന് അവൻ്റെ പാദസ്പർശനത്താൽ ആ ഭൂമി അനുഗ്രഹീതമാകുന്നു. അവിടെ ഉണ്ടായിട്ടുള്ളതായി സകല പാപശാപദോഷങ്ങളെയും യേശു ശിരസ ഏറ്റെടുത്ത് അതിന് പരിഹാരം കൊടുത്ത് അവരുടെ രക്ഷകനും നായകനുമായിട്ട് യേശുവിനെ നാം കാണേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജോഗ്രഫിക്കലായിട്ട് ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലം അബ്രഹാമിൻ്റെ ഇസ്ഹാക്ക്, യാക്കോബ് എന്ന് പറയുന്ന ഗോത്രപിതാവിൻ്റെ മക്കൾ ആട് മേഞ്ഞ് പാർത്തിരുന്ന ഒരു ദേശമാണിത്. അനേകം ആടുകളെയും മേയിച്ച് അവിടെയെല്ലാം കുടിലുണ്ടാക്കി പാർത്തിരുന്ന ഒരു ദേശമാണ്. പിന്നീട്
പിന്നീട് ആ സ്ഥലങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വന്ന് ഇന്ന് അവിടെ വന്നിരിക്കുന്നത് പന്നിക്കൂട്ടങ്ങളാണ്. ആൾ കൂട്ടമായിട്ട് പന്നിയെ വളർത്തുകയും ആളുകൾ ലഹരിക്കുകയും മദ്യപിക്കുകയും അശുദ്ധഭാവത്തിൽ ഏർപ്പെടുകയും അതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ട് ആ ദേശത്തിന്മേൽ നാനാവിധത്തിലുള്ളതായ ആ ശാപഗ്രസ്തമായ അനുഭവങ്ങൾ വന്ന് തീരാരോഗങ്ങളും കഠിനമായ അപകടങ്ങളും ദോഷങ്ങളും എല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ കാണുന്നത്. ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് വേദഭാഗത്തിലേക്ക് വരികയാണ്. വാത്സല്യ ദൈവമക്കളെ, ഒരു കാലത്ത് ആടിനെ മേയിച്ചിരുന്ന സ്ഥലം പന്നിക്കൂട്ടങ്ങൾ മേയുന്ന സ്ഥലമായി മാറി. ഒരു കാലത്ത് ദൈവത്തിന് ആരാധന നടത്തി യാഗം നടത്തി ആത്മീയമായി കുടുംബമായി സന്തോഷിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് കഠിനമായ ശിക്ഷകളും രോഗങ്ങളും പേറുന്ന വളരെ സങ്കീർണമായ ഉള്ളതായ കുടുംബ ജീവിതം വഹിക്കുന്ന ആളുകളായിട്ട് മാറി. എന്താണ് കാരണം? അത് അവരുടെ ജീവിതത്തിൽ നിന്നോയ പിന്നെ ആത്മീക വീഴ്ചയാണ്, ജീവിതത്തിൻ്റെ പരാജയമാണ്. അങ്ങനെ കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകൾ, വിവിധങ്ങളായ പ്രതിസന്ധികളിൽ ഗതിമുട്ടിയ ആളുകൾ, അവർക്ക് എന്ത് കിട്ടിയാലും മതിയാകുന്നില്ല. രോഗവും ചികിത്സയും അതുപോലുള്ള കാര്യങ്ങളും ഇങ്ങനെ എന്തെന്നില്ലാതെ ജീവിതത്തിൻ്റെ അന്ധകാരഗ്രസ്തരായിരിക്കുന്ന, ജീവിതത്തിൽ ആശ്വാസവും സത്യമില്ലാത്ത ഈ മൾട്ടിറ്റ്യൂഡ് പുരുഷാരം അപ്പോഴാണ് ആശ്വാസദായകനായ യേശുവിനെക്കുറിച്ച് കേൾക്കുന്നത്. അവർ കാതോർക്കാൻ തുടങ്ങി. യേശു വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലളിതവുമാകുന്നു യേശുവോട് പറയുകയാണ്. അപ്പോൾ അധ്വാനിച്ച് ഭാരം ചുമക്കുന്ന, ശാരീരികമായ ഭാരങ്ങളുണ്ട്, മാനസികമായ ഭാരങ്ങളുണ്ട്, ആത്മീയമായ ഭാരങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ ഈ വിധ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് ദൈനംദിനമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് യേശു ഒരു ആശ്വാസദായകൻ തന്നെയാണ്. അവരുടെ ജീവിതത്തിൻ്റെ കഥകൾ കേൾക്കാൻ, അവരുടെ ജീവിതത്തിൻ്റെ ഗതിമുട്ടിയ കാര്യങ്ങൾക്ക് പരിഹാരം കിട്ടാൻ ഒക്കെയും അവർ യേശുവിലേക്ക് വരികയാണ്. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് നമ്മുടെ നാട് പോകുന്ന സ്ഥിതി എങ്ങനെയാണ്? കുടിവെള്ളക്ഷാമം, ദാരുണ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, അപകടങ്ങൾ. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്തതുപോലെ പിന്നെ ലഹരി മരുന്നുകളുടെ ഉപയോഗം നിമിത്തം വരുന്ന ദാരുണമായ സംഭവങ്ങൾ, ലഹരി മരുന്നുകളുടെ പ്രയോഗങ്ങൾ, മദ്യപാനികൾ, വെറിക്കൂത്തുകാർ, പിന്നെ അശുദ്ധഭാവത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വ്യഭിചാരികൾ, ഇങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിലും ഇതുപോലൊരു സ്ഥിതി ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും ഒരു ഡോക്ടർക്കും ചികിത്സിച്ചോ സൗഖ്യമാക്കാനോ പൊതുപ്രവർത്തനം കൊണ്ടോ ഗവൺമെൻറ്റുകൾക്കോ ഗവൺമെൻറ് പോലീസിനോ ഒന്നും പരിഹരിക്കാൻ പറ്റാത്തതുപോലെ നാട് നീളെ ദുരന്തങ്ങളും അതിക്രമങ്ങളും അകൃത്യങ്ങളും എല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിനെ ഓർത്ത് നമ്മൾ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അതിനേക്കാൾ 10 മാറ് കഷ്ടതയുടെ ദുരന്തങ്ങൾ പേറുന്ന ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതാ യേശു ആശ്വാസദായകനായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് ഇന്നും ഈ ആയുഷ്കാലത്തും ഇന്നിൻ്റെ ആവശ്യമാണ് യേശുവിൻ്റെ വചനം എന്ന് പറയുന്നത്. അന്ന് ആ യേശു അനിനും മാറാത്തവനും എന്ന് നിലനിൽക്കുന്നവനും എന്നേക്കുമുള്ള ദൈവമാണ്. അതുകൊണ്ട് അന്ന് യേശുവിൻ്റെ സാന്നിധ്യം ഗലീലായ ജനങ്ങൾക്ക് ആശ്വാസദായകമായി തീർന്നപോലെ ഇന്നും യേശുവിൻ്റെ തിരുസാന്നിധ്യം, ഇന്നും യേശുവിൻ്റെ കരസ്പർശനം, ഇന്നും യേശുവിൻ്റെ ആശ്വാസവചനങ്ങൾ ഈ സമൂഹത്തിന് ആവശ്യമാണ്, ഈ മനുഷ്യജാതിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് യേശുവിനെ ശരണപ്പെടുക, യേശുവിനെ വിളിക്കുക. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ എന്ന് മാത്രമല്ല, നാനാജാതി മതസ്ഥരായി മനുഷ്യരായി എല്ലാവർക്കും രക്ഷയുടെ സന്തോഷം നൽകുവാനാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. ദൈവം മനുഷ്യൻ്റെ രൂപത്തിലും സാദൃശ്യത്തുമായി ഇറങ്ങി വന്ന ആ കർത്താവായ യേശു ഒരു കൂട്ടം മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, സകലജാതി മനുഷ്യർക്കും വേണ്ടി അവരുടെ പാപങ്ങൾക്ക് പരിഹാരം കൊടുക്കുവാൻ, അവരുടെ മനസ്സിലെ സങ്കടങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാൻ, അവരുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ആഹ്വസിച്ചെടുക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാനാണ് യേശു വന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പാപശാപം പേറി നിൽക്കുന്ന ആ ദേശത്തിൻ്റെ ഊരുകളിൽ മേടുകളിൽ യേശു തൻ്റെ പാദസ്പർശനത്താൽ തൻ്റെ കരങ്ങൾ ഉയർത്തി തൊട്ട് ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ ഇതാ യേശു അവിടെയും വന്നിരിക്കുകയാണ്. ഈ പ്രദേശത്ത് അവിടെ യേശു ഉണ്ടെന്നറിഞ്ഞിട്ട് ആളുകൾ നാനാ ദിക്കുകളിൽ നിന്ന് ഓടിക്കൂടി. ആ കൂട്ടത്തിന് അവിടെ ഏതാണ്ട്
4000 പേരെന്നാണ് പറയുന്നത്, 4000 പുരുഷന്മാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഭാര്യമാർ കാണും, അവരുടെ മക്കൾ കാണും, അവരുടെ കാർന്നന്മാർ കാണും. പക്ഷേ പുരുഷാരത്തെക്കുറിച്ച്, പുരുഷന്മാരെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ ഒരു സെൻസസിൽ ഇങ്ങനെ പറഞ്ഞ് വരുന്നത്. അതുകൊണ്ട് അത്രയും ആളുകളുടെ ഓടിക്കൂടി യേശുവിൽ നിന്ന് കേൾക്കാൻ, കാണാൻ, പഠിക്കാൻ. ഇവർ അവിടെ വചനം പറയുന്ന 3 ദിവസമായി യേശുവിൻ്റെ ആവും. നോക്കണേ, യേശു തമ്പുരാൻ അവരുടെ ശരീരത്തിൻ്റെ സ്ഥിതി, അവരുടെ മനസ്സിൻ്റെ സ്ഥിതി, ഇതെല്ലാം യേശു അറിയുന്നുണ്ട്. അവർ ദാഹിച്ചും വിശന്നും ആണ് വന്നിരിക്കുന്നതെന്ന് യേശുവിനറിയാം. അതുകൊണ്ട് അവിടെ ഒരു വചനമുണ്ട്, യേശു അവരെ കണ്ട് മനസ്സലിയും. ആശ്വാസദായകനായ യേശു തമ്പുരാൻ അവരെ കണ്ട് മനസ്സലിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളാരെങ്കിലും ഇതുപോലുള്ളതായി പരിസ്ഥിതിയിൽ ജീവിക്കുന്നുവെങ്കിൽ, നിങ്ങളാരെങ്കിലും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും രീതിയിൽ കഠിനമായ രോഗമോ പ്രയാസമോ പ്രതിസന്ധിയിൽ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക, അന്ന് ആ പ്രവർത്തിച്ച യേശു ഇന്നും പ്രവർത്തിക്കുവാൻ സർവശക്തനാണ്. ഇന്നും ആ യേശു നമ്മുടെ കൂടെയുണ്ട്. ആ യേശു ഇന്ന് നമുക്ക് മതിയായവനാണ്. ഈസ് സഫിഷ്യൻറ്റ് ടു us in all problems. യേശു എല്ലാ പ്രതിസന്ധികളിലും അവൻ നമുക്ക് മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാം ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, അവൻ്റെ കൃപയിലും ആത്മാവിലും തന്നെ നാം വളരുക. ഗ്രോ അപ്പ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ ആത്മാവിലും വളരാൻ നമുക്ക് അവനെ മാത്രം ആശ്രയിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ ചോദിച്ചു, ജനത്തെ വിശക്കുന്ന വയറിനെ കണ്ട്, ജനത്തെ കണ്ട് മനസ്സലിച്ച് ചോദിച്ചു, എന്താണുള്ളത്? അവർ പറഞ്ഞു, ഞങ്ങൾ 7 അപ്പമുണ്ട്, കുറച്ച് മീനുമുണ്ട്. അത് കൊണ്ടുവരാനായിട്ട് അവിടുന്ന് കൽപ്പിച്ചു. സന്തോഷത്തോടെ കൊണ്ടു കൊടുത്തു. യേശു വാഴ്ത്തി നുറുക്കി അവരെ ഇരുത്തി, പന്തിയായിട്ട് ഇരുത്തി അവർക്ക് വിളമ്പി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ അപ്പക്കഷ്ണങ്ങളെല്ലാം അവർക്ക് ശേഷിച്ചതെല്ലാം പെറുക്കിയെടുത്ത് മാറ്റിവെച്ചു. 4000 പുരുഷന്മാർ തിന്ന്, ജനങ്ങൾ തിന്ന്, ബഹുപുരുഷാൻ തിന്ന് സമൃദ്ധിയായി. യേശുവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം, യേശു എവിടെയുണ്ടോ അവിടെ അനുഗ്രഹമാണ്, അത് ആശ്വാസമാണ്. അതുകൊണ്ട് ബഹുപുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ യേശു നമ്മെ കണ്ട് മനസ്സലിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ദൈവീക അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. അവിടെ വചനമുണ്ട്, അവർ പറഞ്ഞെന്താണ്? ആ പുരുഷാരത്തെ പറഞ്ഞ് യേശു പടകിൽ കയറിപ്പോയി, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കുമായി നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്താം, യേശുവിനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എവൻഗേലിയോൻ ഭാഗത്തിൻ്റെ ഈ കൊച്ചു വിശദീകരണം, ചെറിയ പ്രഭാവത്തിനും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ആശ്വാസദായകനായ യേശുവിനെ സ്വീകരിച്ച് കൈക്കൊണ്ട് അനുഗ്രഹമായി തീർക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തുതി, ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുവേ, ഈ വചനം കേട്ടിരുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ, ഒരു കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ. യേശുനാഥൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. മാതാവിൻ്റെയും പുണ്യപ്പെട്ട വിശുദ്ധന്മാരും വിലയേറിയ മധ്യസ്ഥയാൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ.